ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. ഡിയർ സ്റ്റുഡൻസ്, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. Let us start. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. مساء الخير. نحن اليوم في المسابقة الاختباري بمناسبة البرنامج آكاشواني راديو تيتشر المدرس الميديات. نحن نناقش اليوم الوحدة الرابعة محتويات الدروس. എല്ലാവർക്കും ആകാശവാണി റേഡിയോ ടീച്ചർ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മുഹ്സിൻ ഇരിക്കൂർ, ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലെ അറബി അധ്യാപകനാണ്. നമുക്ക് ടീം അംഗങ്ങളെ പരിചയപ്പെടാം. ആദ്യം ടീം എ. എൻ്റെ പേര് ആയിഷ മെഹബിയ. എൻ്റെ പേര് ആയിഷ റന SK, CHMKS GHSS വളവട്ടണം. ടീം ബി. എൻ്റെ പേര് ഫാത്തിമത്തുൽ അമാന PK. എൻ്റെ പേര് ആമിന സിറാജ്, GHSS തിരങ്ങാടിൽ നിന്ന് വരുന്നു. ടീം സി. എൻ്റെ പേര് ഷിഫാന PK. ഫാത്തിമത്ത് റിഫ PK, GHSS ഇരിക്കൂർ. ടീം ഡി. എൻ്റെ പേര് സിയ ഫർഹിൻ. എൻ്റെ പേര് സൈനബുൽ അംന, GHSS ചാലിയിൽ നിന്ന് വരുന്നു. ടീം ഇ. എൻ്റെ പേര് ഫാത്തിമത്ത് നിഹ്മ. എൻ്റെ പേര് ഹന ഹാരിസ്, ചമ്രോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. നമ്മൾ ഇന്നത്തെ ക്വിസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് SLCയിലെ അറബി പാഠപുസ്തകത്തിലെ 4ാമത്തെ യൂണിറ്റിലെ ഇഹ്ഫൽ ഹയാത്തക് അല്ലാഇബുൽ ജദീദ്, ഈ 2 പാഠങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി എല്ലാ പരീക്ഷയിലും വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യവിഭാഗങ്ങളാണ് നാം പരിചയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ 2 വിഭാഗം ആളുകളുണ്ട്. ഒരു വിഭാഗം കോടീശ്വരന്മാരായ ആളുകൾ, ധൂർത്ത് കാണിക്കുന്ന ആളുകൾ. മറ്റൊരു വിഭാഗം പട്ടിണിപ്പാവങ്ങളായ ആളുകൾ. നമ്മുടെ നാട്ടിലെ ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാവുമ്പോൾ തന്നെ ധാരാളിത്തവും ധൂർത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തെ വിശകലനം ചെയ്തുകൊണ്ടാണ് അസ്വിഹ എന്ന നമ്മുടെ 4ാമത്തെ യൂണിറ്റ് ആരംഭിക്കുന്നത്. അതിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. പരീക്ഷയിൽ ഒരു പാരഗ്രാഫ് നൽകി 6 ചോദ്യങ്ങളോ അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 ചോദ്യങ്ങളോ വരാറുണ്ട്. പാഠഭാഗങ്ങളിലെ കഥകൾ നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്നതാണ് ഈ ഒരു ചോദ്യ വിഭാഗത്തിൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഏക എളുപ്പവഴി. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം ടീം എയോടാണ്. മൻ അല്ലഫ ഗനിയു വൽ ഫക്കീർ. ഗനിയു വൽ ഫക്കീർ എന്ന ആ ഒരു കഥ രചിച്ചത് ആരാണ്? മുസ്തഫ ലുത്തുഫി. മുസ്തഫ ലുത്തുഫി മംഫലൂത്തിയാണ്. കൺഗ്രാറ്റ്സ്. ടീം എക്ക് 5 പോയിന്റ്. ടീം ബിയോടുള്ള ചോദ്യം, ഇഹ്ഫൽ ഹയാത്ത് ആ ഒരു പാഠഭാഗത്തിൽ മശാക്കിൽ അനീഫ എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഫാക്കത്ത്. ഫാക്കത്ത് അല്ല ഉത്തരം. ടീം സിയിലേക്ക് പാസ് ചെയ്യാണ്. വജബാത്തു സരിയ. റോങ് ആൻസർ ആണ്. ആർക്കെങ്കിലും ഉത്തരം അറിയോ? കില്ലത്തു ത്വാം. കില്ലത്തു ത്വാം. കൺഗ്രാറ്റ്സ്. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. കില്ലത്തു ത്വാം അല്ലെങ്കിൽ കില്ലത്തുൽ അഗ്ദിയ, ഭക്ഷണ ദൗർലഭ്യമാണ് ഇന്ന് നമ്മുടെ ലോകം ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന പ്രശ്നമായി മാറിയിരിക്കുന്നത്. ഇതേപോലെ വരികൾക്കിടയിലൂടെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഇനി ടീം സിയോടാണ് ചോദ്യം. ലിമ യഷ്കുർ റജുലുൽ ഫഖീർ. നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന
ഈ ഒരു പാഠഭാഗം ഗനിയു അൽ ഫക്കീറിലെ ആ ഒരു പാവപ്പെട്ടവനായ വ്യക്തി അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്? അലമുൽ ബത്തൻ. ഉത്തരം തെറ്റാണ്. ടീം ഡിയിലേക്ക് പാസ് ചെയ്യുന്നു. യഷ്കുൽ ഫക്കീറു മിനൽ ജോയി. അതെ, ഉത്തരം ശരിയാണ്. ടീം ഡിക്ക് 3 മാർക്ക് ലഭിച്ചിരിക്കുകയാണ്. യഷ്കുർ റജുലു ഫക്കീർ മിനൽ ജുവ. വിശപ്പാണ് ആ ഒരു പാവപ്പെട്ട ദരിദ്രനായ ആള് വല്ലാതെ പ്രയാസപ്പെടുന്ന വിഷയം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ടീം ഡിയോടാണ് ചോദ്യം. മാ മുഷ്കിലത്തുർ റജുലി വൽ ഖനിയ. ധനികനായ വ്യക്തിക്കുള്ള വലിയ പ്രശ്നം എന്താണ്? യഷ്കുൽ അനിയു മിനൽ ബത്തനത്തി ബിൽ ബിത്തിന. ഉത്തരം ഏകദേശം ശരിയാണ്. യഷ്കു മീൻ അലമിൽ ബത്തനി ബിൽ ബിത്തിന. ദഹനക്കേടാണ്, പൊണ്ണത്തടിയാണ്, വയറുവേദനയാണ്. ദഹനക്കേട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഭക്ഷണം അമിതമായി ഉണ്ടാവുകയും അത് തിന്നിട്ട് ദഹനം നടക്കാതിരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്കാണ് ആ ഒരു ഖനിയ് മാറുന്നത്. കൺഗ്രാറ്റ്സ്, ടീം ഡിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. മിൻ അയ്യു കിസ്സത്തിൻ അഖദ ഹാദിഇൻ നുക്ത. ഈ ഒരു കഥ ഏത് ഭാഗത്ത് നിന്നാണ് എടുത്തിട്ടുള്ളത്? ഹനിയു വൽ ഫക്കീർ. ഖനിയു വൽ ഫക്കീർ എന്ന നേരത്തെ നമ്മൾ പറഞ്ഞ മുസ്തഫ ലുത്ഫി മംഫലൂത്തിയുടെ ആ കഥയിൽ നിന്നാണ് ഈ ഒരു ഭാഗം എടുത്തിരിക്കുന്നത്. കൺഗ്രാറ്റ്സ്, ടീം ഇക്ക് 5 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഇയോട് തന്നെയാണ്. മാമാന കില്ലത്തുൽ അഗ്ദിയ. കില്ലത്തു അഗ്ദിയ എന്നതിന്റെ മലയാള അർത്ഥം എന്താണ്? ഭക്ഷണത്തിന്റെ ദൗർലഭ്യം. യെസ്, ഭക്ഷണത്തിന്റെ ദൗർലഭ്യം. കൺഗ്രാറ്റ്സ്, ടീം ഇക്ക് 5 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഭക്ഷണ ദൗർലഭ്യമാണ് ഏറ്റവും വലിയ മശാക്കിലുൽ അനീഫ, ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത്. ഇനി ഭാവിയിൽ അത് മാറിക്കൊണ്ടിരിക്കുന്നത് ഭക്ഷണ ദൗർലഭ്യമാണ്. അതിനെ നമ്മൾ പഠിച്ചിരുന്ന ഒരു വാക്കുണ്ട്, അത് പ്രത്യേകം ഒന്ന് വായിച്ചു പഠിക്കുക. സൗഫ തകൂനു കില്ലത്തുൽ അഗ്ദിയ ഖളിയതൻ മുഖീഫതൻ വമുതഹദ്ദിയതൻ ഫിൽ മുസ്തഖ്ബിൽ. ഭാവിയിലെ ഏറ്റവും വലിയ പ്രശ്നമായി നാം അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഭക്ഷണ ദൗർലഭ്യം എന്ന് പറയുന്നത്. അപ്പോ അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. മാഹുവ സബബു കില്ലത്തുൽ അഗ്ദിയ. എന്താണ് ഭക്ഷണ ദൗർലഭ്യത്തിന് കാരണമാവുന്നത്? ടൈം ഔട്ട്. ടീം സിക്ക് ഉത്തരം പറയാം. ടൈം ഔട്ട്. ഓക്കെ, ആർക്കെങ്കിലും ഉത്തരം അറിയോ? യുസ്രിഫൂന. യുസ്രിഫൂന അല്ലെങ്കിൽ ഇസ്രാഫ്, ധാരാളിത്തം, ധൂർത്താണ് യഥാർത്ഥത്തിൽ ഭക്ഷണ ദൗർലഭ്യം ഉണ്ടാവുന്നത്. നമ്മുടെ 10% ആളുകളിലേക്ക് മാത്രം സമ്പത്ത് കുമിഞ്ഞോടുകയും 90% ആളുകളും പട്ടിണിയാവുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ലോകത്ത് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ടീം ബിക്ക് അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം സിയോടാണ്. എന്താണ് തഹ്ത ഖത്തിൽ ഫഖ്രി വൽ ഫാഖ എന്നതിന്റെ മലയാള അർത്ഥം? ദാരിദ്ര്യരേഖയുടെ താഴെ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ. നമ്മള് ഇംഗ്ലീഷിൽ പറയുമ്പോൾ BPL നമ്മൾ കാണാറുണ്ട്, റേഷൻ കാർഡുകൾ. BPL, APL. BPL എന്ന് പറഞ്ഞാൽ ബിലോ പോവർട്ടി ലൈൻ, APL എന്ന് പറഞ്ഞാൽ എബോ പോവർട്ടി ലൈൻ. വെൽ ഡൺ. ടീം സിക്ക് 5 മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. റാഹത്തുൽ ജിസ്മി ഫി ഖില്ലത്തി ഡാഷ്. റാഹത്തുൽ ജിസ്മി ഫി ഖില്ലത്തി തുആം. വെൽ ഡൺ, മാഷാഅല്ലാഹ്. കൺഗ്രാറ്റ്സ്, ടീം ബിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം എയോടാണ്.
റാഹത്തുൽ ലിസാനി ഫീ ഖില്ലത്തി ഡേഷ്. ഫി കില്ലത്തിൽ ആസാം. തെറ്റിപ്പോയി. ടീം ഇക്കാണ് ചാൻസ് ഉള്ളത്. ഫി കില്ലത്തി കലാം. ഫീ ഖില്ലത്തിൽ കലാം. വെൽ ഡൺ. ടീം ഇക്ക് 3 പോയിന്റ്. ഇതോടെ നമ്മുടെ ഒന്നാമത്തെ റൗണ്ട് പൂർത്തിയാവുകയാണ്. ഓരോ ടീമുകൾക്കും ഒന്നാമത്തെ റൗണ്ടിൽ ലഭിച്ച മാർക്കുകൾ നമുക്ക് പരിശോധിക്കാം. ടീം എ 5 മാർക്ക്, ടീം ബി 5 മാർക്ക്, ടീം സി 5 മാർക്ക്, ടീം ഡി 8 മാർക്ക്, ടീം ഇ 13 മാർക്ക്. വെൽ ഡൺ, കൺഗ്രാറ്റ്സ്. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. നമ്മുടെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടക്കുകയാണ്. ആദ്യ ചോദ്യം എയോടാണ്. ഞാനൊരു പാരഗ്രാഫ് വായിക്കും, ശ്രദ്ധിച്ച് കേൾക്കുക. വമിനൽ അഖ്വാലി ത്വയ്യിബ റാഹത്തുൽ ജിസ്മി ഫീ ഖില്ലത്തി ത്വആമി വറാഹത്തുൻ നഫ്സി ഫീ ഖില്ലത്തിൽ ആസാമി വറാഹത്തുൽ ലിസാനി ഫീ ഖില്ലത്തിൽ കലാമി. ഇതാണ് പാരഗ്രാഫ്. ഇത് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. എന്റെ ചോദ്യം, ജംഉ കലിമത്തി ഇസ്മ. ഇസ്മിന്റെ ജംഅ് പ്ലൂരൽ പറയുക, ബഹുവചനം പറയുക. ആസാം. അൽ ആസാം. വെൽ ഡൺ, കൺഗ്രാറ്റ്സ്. ടീം എക്ക് 5 പോയിന്റ്. ടീം ബിയോടുള്ള ചോദ്യം ഇതേ പാരഗ്രാഫിൽ നിന്നുള്ള ചോദ്യം തന്നെയാണ്. ലിദ്ദു കലിമത്തി കസ്റ. കസ്റയുടെ ഓപ്പോസിറ്റ് എന്താണ്? ഖില്ലത്ത്. ഖില്ലത്ത്. മാഷാ അല്ലാഹ്, വെൽ ഡൺ. ടീം ബിക്ക് 5 പോയിന്റ്. ടീം സിയോടുള്ള ചോദ്യം, മാ മഅന കലിമത്തു റാഹ. റാഹ എന്ന വാക്കിന്റെ മലയാള അർത്ഥം എന്താണ്? ആശ്വാസം. ആശ്വാസം, സുഖം എന്നെല്ലാമാണ് റാഹത്ത്. നമ്മൾ പറയാറുണ്ട്, റാഹത്തായി എന്ന് പറയാറുണ്ട്. ഒരു ആശ്വാസം ഉണ്ടാവുമ്പോൾ, ഒരു സുഖം ഉണ്ടാവുമ്പോൾ പറയുന്ന വാക്കാണ്. വെരി ഗുഡ്. ടീം സിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ജംഉ കലിമത്തി ഖൗൽ. ഖൗൽ എന്നതിന്റെ ബഹുവചന രൂപം എന്താണ്? അക്വാൽ. അൽ അക്വാൽ. ഖൗൽ വർത്തമാനം എന്നതിന്റെ ജം ആണ് അൽ അക്വാൽ. വെൽ ഡൺ. ടീം ഡിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. അൽ മുഫ്രദു കലിമ നുഫൂസ്. നുഫൂസ് എന്നതിന്റെ മുഫ്രദ് സിംഗുലർ ഫോം നഫ്സ്. അന്നഫ്സ്. ടീം ഇക്ക് 5 പോയിന്റ്. വീണ്ടും ടീം ഇയോടാണ് ചോദ്യം. ജംഅ് തരും, അതിന്റെ മുഫ്രദ് കണ്ടെത്താൻ. മുഫ്രദ് തരും, അതിന്റെ ജം കണ്ടെത്താൻ. ചോദ്യം അൽ ലാഇബ്. ജംഉഹു ഡേഷ്. ലാഇബൂന. ലാഇബൂന. വെൽ ഡൺ. ടീം ഇക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ഡേഷ് അൽ ഖാദിമൂൻ. അൽ ഖാദിമൂന്റെ മുഫ്രദ് എന്താണ്? അൽ ഖാദിം. അൽ ഖാദിം. വെൽ ഡൺ. ടീം ഡിക്ക് 5 പോയിന്റ്. ടീം സിയോടാണ് ചോദ്യം. അദ്ദാരിസ് എന്നതിന്റെ ജംഅ് പ്ലൂരൽ ബഹുവചനം എന്താണ്? അദ്ദാരിസൂൻ. അദ്ദാരിസൂൻ. വെൽ ഡൺ. ടീം സിക്ക് 5 പോയിന്റ്. ടീം ബിയോടാണ് ചോദ്യം. അൽ മുസ്ലിമൂൻ എന്നതിന്റെ മുഫ്രദ് എന്താണ്? അൽ മുസ്ലിമു. അൽ മുസ്ലിമു. വെൽ ഡൺ. ടീം ബിക്ക് 5 പോയിന്റ്. ടീം എയോടാണ് ചോദ്യം. മുഅല്ലിം എന്നതിന്റെ ബഹുവചനം ജംഅ് എന്താണ്?
അൽ മുഅല്ലിമൂൻ. അൽ മുഅല്ലിമൂൻ. വെൽ ഡൺ. ടീം എക്ക് 5 പോയിന്റ്. രണ്ടാം റൗണ്ട് പൂർത്തിയാവുമ്പോൾ എല്ലാ ടീമുകളും 10 പോയിന്റ് വീതം നേടിയിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ. വെൽ ഡൺ. ഇതുവരെ ടീം അംഗങ്ങൾ നേടിയ പോയിന്റ് പറയുകയാണ്. ടീം എ 15 പോയിന്റ്, ടീം ബി 15 പോയിന്റ്, ടീം സി 15 പോയിന്റ്, ടീം ഡി 18 പോയിന്റ്, ടീം ഇ 23 പോയിന്റ്. അഭിനന്ദനങ്ങൾ. വെൽ ഡൺ. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. അവസാനമായി ഓരോ ടീമിനും ഓരോ ചോദ്യങ്ങൾ വീതമാണ് ഉണ്ടാവുക. 10 പോയിന്റ് ആണ് ലഭിക്കുക. പാസ് ചെയ്ത് ശരിയായ ഉത്തരം പറയുന്ന ടീമിന് 8 പോയിന്റ് ലഭിക്കുന്നതായിരിക്കും. ആദ്യത്തെ ചോദ്യം ടീം എയോടാണ്. ഞാനൊരു ഖുർആൻ ആയത്ത് ഓതും. ആ ആയത്തിന്റെ സംഗ്രഹം, ആശയം നിങ്ങൾ പറയുകയാണ് വേണ്ടത്. മലയാളത്തിലാണ് പറയേണ്ടത്. يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. ഈ ആയത്തിന്റെ സംഗ്രഹം പറയുക. ജനങ്ങളെ, ഹലാലായതും നല്ലതുമായ ഭക്ഷണം നിങ്ങൾ കഴിക്കുക. ശൈത്താന്റെ കാലടി നിങ്ങൾ പിൻപറ്റരുത്. തീർച്ചയായും ശൈത്താൻ നമ്മുടെ ശത്രുവാണ്. വളരെ നല്ല ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. ടീം എ 10 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. അതിന്റെ ഉത്തരം ഞാൻ വീണ്ടും പറയാം. ഇതേപോലെയുള്ള തർജ്ജമയായിട്ടാണ് ഈ ചോദ്യങ്ങൾ വരാറുള്ളത്. നമുക്ക് അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാനാണ് ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരാം. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, കുലു മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, ഭൂമിയിലുള്ളതിൽ നിന്ന് അനുവദനീയവും വിശിഷ്ടവുമായത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. വലാ തത്തബിഉ ഖുതുവാത്തിശ് ശൈത്വാൻ, നിങ്ങൾ ഒരിക്കലും പിശാചിന്റെ കാലടിപ്പാടുകളെ പിന്തുടരാതിരിക്കുകയും ചെയ്യുക. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രു തന്നെയാകുന്നു. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ഒരു ഖുർആൻ ആയത്താണ് ഞാൻ ഓതുക. അതിന്റെ അർത്ഥം അല്ലെങ്കിൽ ആശയം, സംഗ്രഹം പറയുക. ഫകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബാ വഷ്കുറൂ നിഅമതല്ലാഹ് ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. ഭൂമിയിൽ നൽകിയിട്ടുള്ളതിൽ അനുവദനീയവും ഉത്തമവുമായത് നീ ഭക്ഷിക്കുക. അവന് നീ നന്ദി കാണിക്കുക. നീ അവനെ മാത്രം ആരാധിക്കുന്നുവെങ്കിൽ. വെരി ഗുഡ്. വളരെ കൃത്യമായ ഉത്തരം തന്നെയാണ് പറഞ്ഞത്. ടീം ബി 10 പോയിന്റ്. ഫകുലു മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബ, അതിനാൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വിഭവങ്ങളിൽ അനുവദനീയവും ഉത്തമവുമായത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. വഷ്കുറൂ നിഅമതല്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുക. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവന് മാത്രം വഴിപ്പെടുന്നുവെങ്കിൽ. ഇനി അടുത്ത ചോദ്യം ടീം സിയോടാണ്. ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കും. പാഠഭാഗത്തിലെ ഒരു പാരഗ്രാഫ് ആയിരിക്കും. അതിന്റെ അർത്ഥം അതല്ലെങ്കിൽ സംഗ്രഹം പറയുകയാണ് വേണ്ടത്. അത്വആമു നിഅമത്തും മിനല്ലാഹി തആല, അത്വആമു വശ്ശറാബു മിൻ ളറൂരിയാത്തി ആലമിൽ ഹയവാനാത്ത്. ഭക്ഷണം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഭക്ഷണവും പാനീയങ്ങളും എല്ലാ മനുഷ്യജീവികൾക്കും അത്യാവശ്യമാണ്. എല്ലാ മനുഷ്യജീവികൾക്ക് മാത്രമല്ല, ജീവജാലങ്ങൾക്ക് അത്യാവശ്യമാണ്. വെൽ ഡൺ. ഉത്തരം ശരിയാണ്. ടീം സി 10 പോയിന്റ്. അത്വആമു നിഅമത്തും മിനല്ലാഹി തആല, ഭക്ഷണം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അത്വആമു വശ്ശറാബു മിൻ ളറൂരിയാത്തി ആലമിൽ ഹയവാനാത്ത്, ജീവജാലങ്ങളുടെ
ഒഴിച്ചുകൂടാനാവാത്ത അത്യാവശ്യമാണ് ഭക്ഷണവും പാനീയവും. ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വരാറുണ്ട്. ആ ചോദ്യങ്ങളും എന്ത് ചെയ്യാം, നമ്മൾ വരികൾക്കിടയിലൂടെ അർത്ഥങ്ങൾ പഠിക്കാനും ശ്രമിക്കേണ്ടതുണ്ട്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. തഈശു അഗ്ലബിയത്തുൽ ആലമി തഹ്ത ഖത്തിൽ ഫഖ്രി വൽ ഫാഖ സൗഫ തകൂനു ഖില്ലത്തുൽ അഗ്ദിയ ഖലിയതൻ മുഖീഫതൻ വമുതഹദ്ദിയതൻ ഫിൽ മുസ്തഖ്ബൽ. ഇപ്പോൾ അധികമായും ലോകത്ത് നേരിടുന്ന പ്രശ്നം ഭക്ഷണമാണ്. ലോകത്തെ പല ആളുകളും ദാരിദ്ര്യത്തിന്റെ അടിയിലാണ്. ഇവിടെ ഉത്തരം ഭാഗികമായിട്ടാണ് പറഞ്ഞത്, എന്നാലും ശരിയായ ഉത്തരം തന്നെയാണ്. ടീം ഡി 10 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. തഈശു അഗ്ലബിയത്തുൽ ആലം, ലോകത്തുള്ള ഭൂരിഭാഗം ജനങ്ങളും ജീവിക്കുന്നു. തഹ്ത ഖത്തിൽ ഫഖ്രി വൽ ഫാഖ, ദാരിദ്ര്യ രേഖക്ക് താഴെയാണ് ലോകത്തുള്ള ഭൂരിഭാഗം മജോറിറ്റി ആളുകളും ജീവിക്കുന്നത്. സൗഫ തകൂനു ഖില്ലത്തുൽ അഗ്ദിയ, ഭക്ഷണ ദൗർലഭ്യം ഖലിയതൻ മുഖീഫതൻ വമുതഹദ്ദിയതൻ ഫിൽ മുസ്തഖ്ബൽ, ഭാവിയിലെ ഏറ്റവും ഭയാനകമായ പ്രശ്നമായി, വെല്ലുവിളിയായി ഭക്ഷണ ദൗർലഭ്യം മാറുക തന്നെ ചെയ്യും. ഈ വാക്കുകൾ, ഇതിന്റെ അർത്ഥങ്ങൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. 3 മാർക്കിന് തർജ്ജമ വിഭാഗത്തിൽ വരുന്ന ചോദ്യമാണിത്. അടുത്ത ചോദ്യം ടീം ഇ. വലാകിൻ നറന്നാസ യുസ്രിഫൂന ഫിൽ മഅകൂലാത്തി വൽ മശ്റൂബാത്തി വലാ യുൻഫിഖൂന മിമ്മാ ആതാഹുമുല്ലാഹു സുബ്ഹാനഹു വ തആല ഫീ സബീലിൽ ഖൈരി വൽ യബ്ഖലൂൻ. ആശയം പറഞ്ഞു. വലാകിൻ നറന്നാസ യുസ്രിഫൂന ഫിൽ മഅകൂലാത്തി വൽ മശ്റൂബാത്തി വലാ യുൻഫിഖൂന മിമ്മാ ആതാഹുമുല്ലാഹു സുബ്ഹാനഹു വ തആല ഫീ സബീലിൽ ഖൈരി വൽ യബ്ഖലൂൻ. പക്ഷേ ഭൂരിഭാഗം ആളുകളും ഭക്ഷണവും വെള്ളവും ധൂർത്തായാണ് ചിലവഴിക്കുന്നത്. അതിനു പകരം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുക. ഈ ഒരു ഭാഗവും വളരെ ഇമ്പോർട്ടന്റ് ആയ പരീക്ഷയുടെ ട്രാൻസ്ലേഷൻ വിഭാഗത്തിൽ വരുന്ന ഭാഗമാണ്. വലാകിൻ, പക്ഷേ, നറന്നാസ, നമുക്ക് ജനങ്ങളെ കാണാം, യുസ്രിഫൂന ഫിൽ മഅകൂലാത്തി വൽ മശ്റൂബാത്തി, അവർ അവരുടെ ഭക്ഷണത്തിലും വെള്ളത്തിലും ധൂർത്ത് കാണിക്കുന്നു. വലാ യുൻഫിഖൂന മിമ്മാ ആതാഹുമുല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു നൽകിയ ഈ അനുഗ്രഹങ്ങൾ അവർ ചെലവഴിക്കുന്നില്ല. ഫീ സബീലിൽ ഖൈരി, നല്ല മാർഗത്തിൽ. വൽ യബ്ഖലൂൻ, അവർ പിശുക്ക് കാണിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ഭാഗവും കൃത്യമായി പഠിക്കുക. ടീം ഇ 10 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. വെൽ ഡൺ. അവസാനമായി ചോദിച്ച ചോദ്യത്തിന് എല്ലാ ടീമിനും 10 പോയിന്റ് വീതം ലഭിച്ചിട്ടുണ്ട്. കൺഗ്രാറ്റ്സ്, വെൽ ഡൺ. നാളെ ഇതേ സമയം അറബിക് പ്രശ്നോത്തരി 2ാം ഭാഗം. ക്യൂസ് മാസ്റ്റർ ശ്രീ മുഹസിൻ ഇരിക്കൂർ, അറബിക് അധ്യാപകൻ, ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂൾ. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, സീഷ മാനു, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, കവിത നാഥ്. റേഡിയോ ടീച്ചർ.